ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയെ കേന്ദ്രീകരിച്ച് ആണ്ടുവട്ടത്തെ വിവിധ ഘട്ടങ്ങളായി തിരിച്ച് മിശിഹാ രഹസ്യങ്ങൾ ധ്യാനിച്ച് സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യം വെച്ച് തീർത്ഥയാത്ര ചെയ്യുന്ന ആരാധനാ സമൂഹം ഇന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പഴയ നിയമത്തിൽ മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത നാട് ലക്ഷ്യം വെച്ച് തീർത്ഥയാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം തങ്ങളുടെ യാത്രയിൽ പല സ്ഥലങ്ങളിൽ താവളമടിച്ചിരുന്നു. സംഖ്യയുടെ പുസ്തകം 33 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം താവളമടിക്കുന്ന അവസരങ്ങളിൽ ഈ യാത്രയിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ അവർ അനുസ്മരിക്കുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിരുന്നു. പുതിയ ഒരു ആരാധന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സഭാ സമൂഹത്തിനും ഈ മംഗളവാർത്താ കാലം അപ്രകാരം ഒരു ഇടത്താവളമാകണം. കഴിഞ്ഞ കാലത്തെ വിശ്വാസ ജീവിതത്തെ വിലയിരുത്തുന്നതിനും പുതിയ ഉണർവോടെ ലക്ഷ്യത്തോടെ സ്വർഗോന്മുഖമായ യാത്ര നടത്തുന്നതിനും അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനുമുള്ള അവസരമായിരിക്കണം. ഇന്ന് മംഗളവാർത്താ കാലത്തെ ആദ്യ ഞായറാഴ്ചയാണ്. കർത്താവിന്റെ ദിവസം, ആഴ്ചയുടെ ആദ്യ ദിനം, 8-ാം ദിവസം, ദിവസങ്ങളുടെ രാജ്ഞി എന്നെല്ലാം വിവിധ പേരുകളിൽ ഞായറാഴ്ച ദിവസം അറിയപ്പെടുന്നു. മനുഷ്യനു വേണ്ടിയുള്ള ദൈവിക പദ്ധതി, സൃഷ്ടികർമ്മം ആദ്യ ദിനത്തിൽ തന്നെ ആരംഭിക്കുന്ന ദൈവത്തെ വിശുദ്ധ ലിഖിതങ്ങളിലെ ആദ്യ പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യ ദിനം എന്നത് ഞായറാഴ്ചയാണ്. പുത്രനായ ദൈവം സൃഷ്ടിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരൂപത്തിലായിത്തീർന്ന് മനുഷ്യരക്ഷ പൂർണ്ണമാക്കി നിത്യജീവൻ നമുക്ക് നേടിത്തന്നത് തന്റെ ഉത്ഥാനത്തിലാണ്. ഉയർപ്പ് ഞായറാഴ്ചയാണത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ദിവസം ഞായറാഴ്ചയാണ്. സഭ തന്റെ ആരാധനാ വത്സര പഞ്ചാംഗം ക്രമീകരിക്കുന്നതും ഞായറാഴ്ചകളെ അടിസ്ഥാനമാക്കിയാണ്. ഞായറാഴ്ചകളിൽ പ്രഘോഷിക്കപ്പെടുന്ന അടിസ്ഥാന വിശ്വാസ സത്യങ്ങളുടെ വിപുലമായ ആവിഷ്കാരമാണ് ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിൽ നൽകുന്നത്. ഞായറാഴ്ചയുടെ ചൈതന്യത്തിൽ ആഴപ്പെട്ട് ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിലും ജീവിക്കുമ്പോൾ സഭയാകുന്ന അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് അവൾ പങ്കുവെച്ചു തരുന്ന ദൈവിക രഹസ്യങ്ങളിൽ ആഴപ്പെട്ട് വിശുദ്ധരായി ആത്മീയമായി വളർന്ന് സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ നമ്മെ ആരാധനാക്രമവത്സരം ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ വായിക്കുന്ന തിരുവചനങ്ങൾ രക്ഷാകര പദ്ധതിയിൽ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലുകൾ എടുത്തു പറയുന്നതും ആ പദ്ധതിയോട് ചേർന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള ആഹ്വാനവുമാണ്. സഭയുടെ അടിസ്ഥാന ഘടകം കുടുംബമായിരിക്കുന്നത് പോലെ ഇന്നത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം അവതരിപ്പിക്കുന്നതും കുടുംബ മാതൃകകളും വ്യക്തിബന്ധങ്ങളുമാണ്. ഒന്നാമത്തെ വായനയിൽ അബ്രാഹത്തിലൂടെ ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കുടുംബത്തെയും ദൈവിക പദ്ധതികളോടുള്ള സഹകരണത്തെയുമാണ് അവതരിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന അബ്രാഹത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. അബ്രാഹത്തിന് ലഭിക്കുന്ന അനുഗ്രഹം തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി മാത്രമല്ല, ഒരു ജനതയ്ക്ക് അനുഗ്രഹമായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണത്തിൽ ദൈവം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും അതിൽ നിന്ന് പിന്തിരിയുന്നതിനുള്ള ആഹ്വാനം നൽകുകയുമാണ് ചെയ്യുന്നത്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. യെശയ്യാ 43:1. എന്റെ പദ്ധതികൾ തടസ്സപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് സഹകരിക്കുവാനുള്ള ആഹ്വാനമാണ് പ്രവാചകൻ നൽകുന്നത്. മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയിൽ ആരാധനാ സമൂഹം ഇന്ന് പങ്കാളിയാകുന്നത് സഭയിലൂടെയാണ്. അത് തുടരുന്നത് കുടുംബങ്ങളിലൂടെയാണ്. അതുകൊണ്ട് മിശിഹായുടെ രക്ഷാകര പ്രവർത്തനങ്ങളോട് ചേർന്ന് കുടുംബ ബന്ധങ്ങളെ കാണണമെന്നും കുടുംബ ബന്ധങ്ങളിലൂടെ രക്ഷാകര പദ്ധതിയുടെ ഫലങ്ങൾ തലമുറകളിലേക്ക് കൈമാറണമെന്നും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ ലേഖന വായന. സക്രിയായും എലിസബത്തും രക്ഷാകര പദ്ധതിയോട് ചേർന്ന് കുടുംബ ബന്ധങ്ങളെ എപ്രകാരം കാണണമെന്നതിന് മാതൃകയായി നമുക്ക് മുൻപിൽ നിൽക്കുന്നു. വചനം പറയുന്നു, ആ ദമ്പതികൾ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും
കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. എങ്കിലും ജനത്തിന്റെ മുൻപിൽ അവർ അപമാനിതരായിരുന്നു. അവർക്കൊരു കുറവുണ്ടായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. തങ്ങളുടെ കുറവുകളുടെ പേരിൽ നിരാശപ്പെടാതെ കുറവുകളെ കാണുന്ന ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥനകളുമായി നിരന്തരം നിന്നിരുന്ന ദമ്പതികളെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. യഹൂദ നിയമമനുസരിച്ച് മക്കളില്ലാത്ത ഭാര്യയെ ഉപേക്ഷിക്കുവാൻ സക്രിയായിക്ക് ആകുമായിരുന്നു. ദൈവത്തിന്റെ മുൻപിൽ ആരാധനകൾ അർപ്പിക്കുന്ന പുരോഹിതനായിട്ടും സക്രിയായിക്ക് മക്കളില്ലാത്തതിനെക്കുറിച്ച് എലിസബത്തിന് സക്രിയായെയും അവന്റെ പൂജാവിധികളെയും കുറ്റപ്പെടുത്താമായിരുന്നു. ദൈവിക പദ്ധതികളോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന കുറവുകളെ ഓർത്ത് ആകുലതപ്പെടാതെ ദൈവത്തിന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുവാൻ വചനം പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ എനിക്കുള്ള കുറവ് ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കുന്നതിനുള്ള ഒരു ചാനലായിരിക്കാം. പൗലോസ് ശ്ലീഹ പറയുന്നു, അവിടുന്ന് എന്നോട് അരുളി ചെയ്യുന്നു, നിനക്കെന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. വൃദ്ധനായ സക്രിയായോട് ദൈവദൂതൻ പറഞ്ഞു, എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. സക്രിയ മാനുഷികമായ യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ച് വിധി എഴുതി, ഇത് അസാധ്യം. ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. എന്നാൽ ദൈവദൂതൻ പറഞ്ഞ വാക്കുകൾ വചനത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വചനത്തിൽ പറയുന്നത് സംഖ്യ 6:3 നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 1:17 പറയുന്നത് മലാക്കി 4:5 കാണുവാൻ സാധിക്കും. ദൈവദൂതൻ സക്രിയായോട് പറഞ്ഞ വാക്കുകൾ വചനത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളവയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വചനം പറയുന്നു, അവൻ കർത്താവിന്റെ മുൻപിൽ വലിയവനായിരിക്കും, വീഞ്ഞോ ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. സംഖ്യയുടെ പുസ്തകം 6:3 ഈ വചനം കാണാം. ലൂക്കായുടെ സുവിശേഷം 1:17 പറയുന്ന കാര്യം, അതായത് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിനിഷ്ഠയുടെ വിവേകത്തിലേക്കും തിരികെ കൊണ്ടുവരുവാനും രൂപീകൃതമായ ഒരു ജനതയെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുൻപേ പോകും. ഈ വചനം മലാക്കിയുടെ പുസ്തകം 4:5 കാണാം. ഈ വചനങ്ങളെല്ലാം യഥാകാലം പൂർത്തിയാകുവാനുള്ളവയായിരുന്നു. ദൈവവചനത്തെ മാനുഷിക യുക്തി കൊണ്ട് മാത്രം വിധിക്കാതെ അതിനു മുൻപിൽ ഒരു സമർപ്പണവും മാനുഷികമായ സഹകരണവുമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. മാനുഷികമായ ആ സഹകരണത്തിനു വേണ്ടി ദൈവം സക്രിയായുടെ യുക്തിയെ കുറച്ചു കാലത്തേക്ക് നിശബ്ദമാക്കുന്നത് നമുക്ക് വചനത്തിൽ കാണാം. നിന്റെ യുക്തിയെ കുറച്ചു കാലത്തേക്ക് മൂകമാക്കി തമ്പുരാന്റെ യുക്തിയോട് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനമാണ് ദൈവദൂതൻ സക്രിയായിക്ക് നൽകുന്നത്. അതുപോലെ തന്നെയാണ് പൗലോസ് ശ്ലീഹ ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും. കുടുംബ ബന്ധങ്ങളെ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ കേവലം മാനുഷികമായ യുക്തിയുടെ പേരിൽ വിലയിരുത്താതെ മിശിഹായും സഭയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കാണണം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ ലാഭനഷ്ടങ്ങളുടെ പേരിൽ വിലയിരുത്താതെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി കാണണം. കാരണം ഇന്നും ദൈവം പ്രവർത്തിക്കുന്നത് കുടുംബങ്ങളിലൂടെയാണ്. ദൈവത്തിന്റെ പദ്ധതികളാണ് കുടുംബങ്ങളിലൂടെ നിറവേറേണ്ടത്. ദൈവത്തിന്റെ പദ്ധതിയെ മനുഷ്യയുക്തിയിലേക്ക് ഒതുക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വചനത്തോട് മനുഷ്യയുക്തിയെ ചേർത്ത് പ്രവർത്തിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവിക പദ്ധതിയോട് മനുഷ്യൻ സഹകരിക്കുമ്പോൾ മനുഷ്യചരിത്രം മംഗളകരമായി മാറുന്നു. മനുഷ്യജീവിതം അത്ഭുതകരമായി മുന്നോട്ടു പോകുന്നു. അവിടെ നിന്നുയരുന്ന ഓരോ വാർത്തകളും മംഗളവാർത്തയാകുന്നു. ഈ മംഗളവാർത്താ കാലത്ത് ദൈവിക പദ്ധതികളോട്, ദൈവവചനത്തോട് സഹകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ മംഗളകരമാക്കി മാറ്റുവാൻ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.